വയനാട്ടിലെ നിരന്തരമായ വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ ഗവർണർ സന്ദർശിച്ചു. മാനന്തവാടി രൂപതാ ബിഷപ്പുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തി. വന്യജീവി ആക്രമണ ഭീഷണിയിൽ നാളെ വിവിധ വകുപ്പ് മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ വയനാട്ടിൽ സർവകക്ഷി യോഗം ചേരും. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പടമലയിലെ അജീഷിന്റെയും വനം വകുപ്പിലെ താൽക്കാലിക വാച്ചർ പാക്കം സ്വദേശി പോളിന്റെ വീട്ടിലും ഗവർണർ സന്ദർശിച്ചു. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ പാക്കം കാരേരി കോളനിയിലെ വിദ്യാർത്ഥി ശരത്തിനെയും ഗവർണർ സന്ദർശിച്ചു. ശരത്തിന്റെ ചികിത്സയ്ക്ക് സഹായം ഉറപ്പു നൽകി. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരിയിലെ പ്രജീഷിന്റെ വീട്ടിലും ഗവർണർ എത്തി. ശേഷം മാനന്തവാടി ബിഷപ്പ് ഹൗസിലെത്തിയ ഗവർണർ രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടവുമായി കൂടിക്കാഴ്ച നടത്തി. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ബിഷപ്പ് ഗവർണർക്ക് നിവേദനം കൈമാറി. വയനാട്ടുകാരുടെ ആവശ്യങ്ങളിലെല്ലാം ഇടപെടൽ നടത്തുമെന്ന ഗവർണറുടെ മറുപടി. അക്രമം ഒന്നിനും പരിഹാരമല്ലെന്നും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതെ പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും ഗവർണർ പറഞ്ഞു. When I visited the first house, on the way to the second house, I spoke to Honorable Forest Minister and I said that I do not have full information. The real problem here that I would also request you to see what can be done at the level of the central government. വിഷയത്തിൽ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം ചേരും. വനം, റവന്യൂ, തദ്ദേശ വകുപ്പ് മന്ത്രിമാർ രാവിലെ 10-ന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. തുടർ നടപടികൾ സംബന്ധിച്ചാകും യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കും നിതിൻ ഗോപിക്കുമൊപ്പം വയനാട്ടിൽ നിന്ന് ഷബീർ ഉമർ, മീഡിയ 1.